السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ الرجيم. بسم الله الرحمن الرحيم. كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساهل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈമാനോടുകൂടി ജീവിച്ച് മരിച്ചു പോകാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയുടെ 11-ാമത് ക്ലാസ്സിൽ 33-ാമത്തെ ആയത്താണ്. അതുമുതലാണ് ഇന്ന് നമുക്ക് ആലോചിച്ച് തുടങ്ങാനുള്ളത്, പഠിച്ചു തുടങ്ങാനുള്ളത്. റബ്ബ് നമ്മുടെ ഈ ഇരുത്തവും പഠനവും ഖുർആനോടുള്ള ഈ ഒരു സ്നേഹവും ഒക്കെ ഏറെ പ്രതിഫലാർഹമായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 33-ാമത്തെ ആയത്ത്. കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى نسبحك كثيرا. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവാചകനാക്കണം, ദൗത്യം നിർവഹിക്കുന്നതിൽ, റിസാലത്ത് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പങ്കാളി കൂടി വേണം. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആകണം. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമല്ല, എന്റെ ജ്യേഷ്ഠ സഹോദരനെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് അള്ളാഹുവിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. ഇതിന്റെ മുമ്പുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചപ്പോ ഇവിടെ എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നറിയാമോ? എന്റെ ജ്യേഷ്ഠ സഹോദരനാകണം, എന്റെ കൂടെ ഒരാളും കൂടെ വേണം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയിട്ട് ഈ ദൗത്യം നിർവഹിച്ചോളാം എന്നൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അവതരിപ്പിക്കുന്നത്? അതിന്റെ കാരണമാണ് ഇനി അദ്ദേഹം പറയുന്നത്. വെറുതെ അള്ളാഹുവിനോട് ഒരു ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, എന്തുകൊണ്ടാണ് അള്ളാഹുവെ ഞാൻ ഈ ആവശ്യം നിന്നോട് ചോദിക്കുന്നത് എന്നതിന്റെ കാരണമാണ് അദ്ദേഹം ഇവിടെ ബോധിപ്പിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. തീർത്തും ന്യായമുള്ളൊരാവശ്യമാണ് മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് കാണാം. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ഈ ആവശ്യങ്ങൾ ചോദിക്കാൻ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, കാരണമാക്കുന്നത്? കൈനുസബ്ബിഹക കസീറാ, ഞങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിന് വേണ്ടി. വനദ്കുറക കസീറാ, ധാരാളമായി ഞങ്ങൾ നിന്നെ സ്മരിക്കുവാനും വേണ്ടി, നിന്നെ ഓർക്കുവാനും വേണ്ടി. ഇന്നക കുൻത ബിനാ ബസീറാ, തീർച്ചയായും നീ ഞങ്ങളെ കണ്ടറിയുന്നവനാണല്ലോ.
കൈ നുസബ്ബിഹക കസീറ, ഞങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ, വനദ്കുറക കസീറ, ധാരാളമായി നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും വേണ്ടി, ഇന്നക കുന്ത ബിനാ ബസീറ, തീർച്ചയായും നീ ഞങ്ങളെ കണ്ടറിയുന്നവനാകുന്നു. ഇത് ഈ ആയത്ത് ഇങ്ങനെ കേട്ടാൽ തന്നെ അതിലുള്ള ആശയം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. എന്തായാലും അങ്ങോട്ട് വരാം. അതിന്റെ മുമ്പ് നമുക്ക് ഇതിലുള്ള പദങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആയത്തിലെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ പദം കൈ എന്നാണ്. കൈ എന്ന് പറഞ്ഞ വേണ്ടി എന്നാണ്. ഒരു കാര്യം എന്തിനു വേണ്ടി എന്ന് കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഒരു അവ്യയമാണ് ഒരു കൈ എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന ക്രിയ വെർബിന് നസ്ബ് അഥവാ ഫത്ഹ് ആണ് നൽകുക. നുസബ്ബിഹ എന്നാണ് പറയാ. അപ്പോ കൈ എന്നുള്ള വാക്കിന്റെ ശേഷം വരുന്ന മുളാരി ആയിട്ടുള്ള ഒരു ക്രിയ ഉണ്ടാകും. ആ ക്രിയക്ക് നിർബന്ധമായിട്ടും ആ ഫത്ഹ മാത്രമേ നൽകാൻ പറ്റുള്ളൂ. ഊ എന്നോ ഈ എന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് കൂടെ പഠിച്ചു എന്ന് മാത്രം നമ്മളിവിടെ. നുസബ്ബിഹക്ക, നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുവാൻ, തസ്ബീഹ് ചെയ്യാൻ. നുസബ്ബിഹു, ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ക, നിന്നെ, അതാണ് ഇവിടെ രണ്ട് വാക്കുകളുണ്ട്. നുസബ്ബിഹു, ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ക, നിന്നെ. നുസബ്ബിഹ എന്ന് ഹായിന് ഫത്ത് ആയത് എന്തുകൊണ്ട്? അതിനു മുമ്പിൽ കൈ എന്ന പദം വന്നതുകൊണ്ട്. ആ കൈ എന്ന ആ വാക്ക് വന്നാൽ അതിനുശേഷം വരുന്ന മുളാരി ആയ പദത്തിന്, ആ വെർബിന് ഫത്ഹ ആണ് നൽകേണ്ടത്. ഹ, നുസബ്ബിഹ എന്നാണ് പറയേണ്ടത്. കസീറൻ, ധാരാളമായി, ഒരു ക്രിയാവിശേഷനാണ്. നുസബ്ബിഹു എന്ന് പറയുന്ന ക്രിയയുടെ ഒരു വിശേഷനാണ് കസീറൻ എന്നുള്ളത്. ഒരു പ്രവൃത്തിയുടെ ആധിക്യം കാണിക്കുന്ന ഒരു നാമമാണ് കസീറൻ എന്നുള്ളത്. വനദ്കുറക കസീറ, അടുത്ത ആയത്ത്. വനദ്കുറക, നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും. കൈ എന്നുള്ളതിന്റെ ബാക്കി തന്നെയാണ് നസബ്ബിഹു, നദ്കുറു, ഞങ്ങൾ നിന്നെ സ്മരിക്കുവാനും. നദ്കുറ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരി. കസീറൻ, ധാരാളമായി, നേരത്തെ വന്നു, ഒരു ക്രിയയുടെ വിശേഷണമാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. എന്തുകൊണ്ടാണ് ഹാറൂനെ എന്റെ കൂടെ പ്രവാചകനായി അല്ലെങ്കിൽ ഈ ദൗത്യം നിർവഹണത്തിൽ എന്റെ പങ്കാളിയായി നിയമിക്കണമെന്നൊരാവശ്യം ഞാൻ പടച്ചവനെ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നതിന്റെ കാരണം, ഇന്നക കുന്ത ബിനാ ബസീറ, ഇന്നക കുന്ത ബിനാ ബസീറ, ഇന്നക, നിശ്ചയമായും നീ, ഇന്ന നിശ്ചയമായും, അതിന്റെ കൂടെ ക എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നീ എന്നൊരു സർവനാമം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുന്ത, നീ ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു. കാന, ആയി, അതിനെ കൂടെ അവസാനത്തിൽ ത വന്നപ്പം നീ എന്ന അർത്ഥം കൂടെ വന്നു. കാന എന്ന ഭൂതകാല ക്രിയയുടെ നീ അതിന്റെ കൂടെ വരുന്ന ഒരു ഏകവചനമാണ് അതിന് കുന്ത എന്നുള്ളത്. ശരി. ബിന, ഞങ്ങളെ പറ്റി. ബി ന, ബി എന്ന വാക്കിന്റെ അർത്ഥം കൊണ്ട്, പറ്റി എന്നൊക്കെ അർത്ഥം. അതിന്റെ ന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങൾ എന്നും. അപ്പൊ ബിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റി, ഞങ്ങളുടെ കാര്യത്തിൽ എന്ന് വന്നു. ബസീറ, കണ്ടറിയുന്നവനാണ്. നേരത്തെ കസീറൻ കസീറൻ എന്ന് ആവർത്തിച്ചില്ലേ? അതേപോലെയുള്ള ഒരു പദം ബസീറൻ. ബസീറുൻ, കണ്ടറിയുന്നവൻ. ബസീറ, കണ്ടറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് കാഴ്ചയുള്ളവൻ, കണ്ടറിയുന്നവൻ എന്നൊക്കെ അർത്ഥത്തിലുള്ള ബസീറുൻ എന്ന പദം. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഇങ്ങനെ നിങ്ങൾ അർത്ഥം പഠിച്ചു പോകുക. ആയത്തുകൾ എവിടെയാലും എളുപ്പമുണ്ടാകും. അതുകൊണ്ട് ഇതില് കാണിച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയാ, ഈ പദങ്ങളുടെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പടച്ചോൻ എന്തിനാണെന്നറിയോ എന്റെ കൂടെ
ഒരാളും കൂടെ വേണമെന്ന് പറയുന്നത്, അത് ഞങ്ങൾ രണ്ടാളും കൂടെ നിനക്ക് തസ്ബീഹ് ചെയ്യാനാണ്, ഞങ്ങൾ രണ്ടാളും കൂടെ നിനക്ക് ദിക്റ് ചെയ്യാനാണ്. എന്തായി ദിക്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത്തസ്ബീഹു യുഹ്തമലു അൻ യകൂന ബിൽ ലിസാനി വഅൻ യകൂന ബിൽ ഇഅ്തിഖാദ്. തസ്ബീഹ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശ്വാസം കൊണ്ട്, അവന്റെ നാവ് കൊണ്ട്, അതുകൊണ്ടൊക്കെ ആകാവുന്ന ഒരു സംഗതിയാണ് തസ്ബീഹ് എന്ന് പറഞ്ഞത്. ഉള്ളിലുള്ള അവന്റെ വിശ്വാസം, അവന്റെ മനസ്സുകൊണ്ട് അവന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് തസ്ബീഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നുള്ളത്. അവന്റെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ അത് തസ്ബീഹായി മാറി. മനസ്സില് അള്ളാഹുവിന്റെ മാഹാത്മ്യം അംഗീകരിക്കുകയും അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്താൽ അതും തസ്ബീഹായി. രണ്ട് രൂപത്തിലായാലും തസ്ബീഹ് എന്നത് അള്ളാഹുവിന്റെ ദാത്തിനെ, അള്ളാഹുവിന്റെ സത്തയെ, അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ, വഅഫ്ആലിഹി അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ, അതിനൊക്കെ അതിന് നിരക്കാത്ത എല്ലാറ്റിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയലാണ്, വിശ്വസിക്കലാണ്. അള്ളാഹുവിന്റെ ദാത്തിനോ സിഫത്തിനോ അഫ്ആലിനോ, അള്ളാഹുവിന്റെ സത്തക്ക്, അള്ളാഹുവിന്റെ ഗുണവിശേഷണത്തിന്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് നിരക്കാത്തതായിട്ടുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനെയാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അപ്പൊ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളത്, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നുള്ളത്. പിന്നെ ദിക്ർ എന്താണ്? ഫഹുവ ഇബാറത്തുൻ അൻ വസ്ഫില്ലാഹി തആല ബിസിഫാത്തിൽ ജലാഇ വൽ കിബ്രിയായി. അള്ളാഹുവിന്റെ ജലാലിന്റെയും കിബ്രിയാഇന്റെയും അവന്റെ മഹത്വത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും ഗുണവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പടച്ചവനെ വർണ്ണിക്കുകയാണ്, പടച്ചവനെ ദിക്ർ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്താണത്. അവനല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്ന, അപ്പൊ അതൊരു ദിക്റാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും മഹാനാണ്, അതൊരു മറ്റൊരു ദിക്റാണ്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില വസ്ഫുകൾ, അവന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിനെ ഉച്ചരിച്ചുകൊണ്ട്, അതിനെ നാവുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടോ മന്ത്രമായിക്കൊണ്ട് ജപിച്ചുകൊണ്ടോ ഒക്കെ പിന്നെ പറയുന്നതിനെയാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും, അതാണ് തസ്ബീഹും ദിക്റും എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവെ, ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവെ നിന്നോട് പിന്നെ എന്റെ കൂടെ ഹാറൂനെയും അയക്കണമെന്ന് പറയുന്നത് എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ എല്ലാ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനാക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അറിയാലോ. ഇതാരോടാണ്, ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്? ഫറോവയുടെ മുമ്പിലേക്ക്. ഫറോവയുടെ സ്വഭാവം എന്താണ്? ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ്, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് വാദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പോകുന്നത്. ആ ഒരു കള്ളവാദത്തിനുള്ള ഏറ്റവും ശക്തമായ ഒരു മറുപടിയും കൂടിയാണ് എന്ത്? അള്ളാഹുവെ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനാണ് പോകുന്നത്. അവന്റെ പൊങ്ങച്ചം കേട്ട് അന്താളിച്ചു നിൽക്കാനല്ല, പക്ഷെ അവിടങ്ങളിലൊക്കെ അള്ളാഹുവെ നിന്റെ മഹാത്മ്യം പാടിപ്പുകഴ്ത്തുന്നതിന്. സൃഷ്ടികൾക്ക് ഒരു കഴിവുമില്ല, എല്ലാ ഔന്നിത്യവും മഹത്വവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണല്ലോ തസ്ബീഹ്. ആ ഒരു പ്രഖ്യാപനം ഫറോവയുടെ മുമ്പിൽ അതിശക്തമായി നടത്തുന്നതിനാണ് അള്ളാഹുവെ ഞങ്ങൾ പോകുന്നത് എന്ന്. പിന്നെ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക എന്നാണല്ലോ. ഭയവും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യത്തിൽ മനസ്സിന് ശാന്തിയും ധൈര്യവും നൽകുന്ന ഏറ്റവും വലിയ ഒരു മരുന്നാണ് ദിക്ർ എന്ന് നമുക്കറിയാം. ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയവും അതേപോലെ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിന് ശാന്തി കിട്ടാൻ, നമുക്ക് ധൈര്യം കിട്ടാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് ദിക്ർ എന്ന് പറയുന്നത്.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. പടച്ചവനോട് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തേടൂ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ വലിയ സഹായങ്ങൾ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ പരിശുദ്ധ ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിലായി അള്ളാഹുവിന്റെ ഈ മഹാത്മ്യങ്ങൾ, അവന്റെ സിഫത്തുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പടച്ചവനെ ദിക്ർ ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന സംഗതി എന്താ? നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും, നമുക്ക് ധൈര്യം കിട്ടും. നമ്മൾ അതിനാ ദിക്ർ ചെയ്യണം, ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞത് അതിനാണ്. അല്ലെങ്കിലും അത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അഅദിലെ 28-ാമത്തെ ആയത്തിൽ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നത്. മനസ്സിന് ശാന്തത ലഭിക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് നിലനിൽക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് വലിയ സ്ട്രെസ് ആയിരിക്കും, അത് വലിയ സ്ട്രോക്കിന് കാരണമായി തീരും. ഹൃദയാഘാതങ്ങൾക്കും പെട്ടെന്നുള്ള മരണങ്ങൾക്കുമൊക്കെ അത് അതിനെ കൊണ്ടെത്തിക്കും. മനുഷ്യൻ എന്ത് പ്രതിസന്ധി വന്നാലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള, അവന് ധൈര്യം നൽകാനുള്ള, അവന് ശാന്തി നൽകാനുള്ള മന്ത്രങ്ങൾ എന്നുള്ള നിലക്കാണ് ഈ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മുസാ നബി അലൈഹി ഇസ്ലാം എങ്ങോട്ടായി പോണത്? ഏറ്റവും വലിയ ധിക്കാരിയുടെ അടുക്കലേക്ക്. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതൊക്കെ അത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടാകുമ്പോ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ, ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഘട്ടമുണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകേണ്ട രണ്ട് സംഗതിയാണ് തസ്ബീഹും ദിക്റും എന്നൊക്കെ. അള്ളാഹുവിനെ ഓർക്കുന്ന, തസ്ബീഹ് ചെയ്യുന്ന, ദിക്റുകൾ ഉരുവിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു കൈയിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അതില് എന്താണ് നമ്പർ ഇട്ടിരിക്കുന്നത് നോക്കുന്നു. ആ വിരലുകളിലൊക്കെ നമ്പർ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് നിങ്ങൾ നേരത്തെ അറിയുന്നതാണോ? തസ്ബീഹ് ചെയ്യാനുള്ള, തസ്ബീഹ് ചൊല്ലാനുള്ള വിരലുകൾ ഉപയോഗിച്ച് തസ്ബീഹ് ചെയ്യാനുള്ള ഒരു പുതിയ വഴി, ഒരു പുതിയ രൂപം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകളൊക്കെ മനസ്സിലാക്കിയായിരിക്കും. നമ്മൾ സാധാരണ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്നും 33-34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൈയിന്റെ വിരലുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പല രൂപത്തിലായിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മായാജാലം കണ്ടോ നിങ്ങൾ? ചെറുവിരലിൽ അതിന്റെ മടക്കുകളും ആ ചെറുവിരലിന്റെ തുമ്പും ഉപയോഗിച്ചുകൊണ്ട് 7 തവണ ഓരോ സൈഡിലുള്ള മടക്കുകളുടെ 2 ഭാഗങ്ങൾ, 3 മടക്കുകൾ. ആ 3 മടക്കുകളിൽ 3, 2, 6, പിന്നെ വിരലിന് തുമ്പ് 7ാമത്തത്. അതേപോലെ അടുത്ത വിരലും, അതേപോലെ നടുവിരലും, അതേപോലെ ചൂണ്ടുവിരലും. അപ്പൊ 4 വിരലും കൂടെ ആകുമ്പത്രായി 4, 7, 28. ബാക്കി എത്ര ഉണ്ട്? 5. ആ 5 പെരുവിരലിൽ 2 മടക്കേ ഉള്ളൂ. ഒന്ന് ആ വിരലിൽ തുടങ്ങുന്നിടത്തും, 2ാമത്തത് ആ വിരലിന്റെ മധ്യഭാഗത്തും. അവിടെ 2 അപ്പുറവും ഇപ്പുറവുമായിട്ട് നമ്മൾ ഈ 2 വീതം ചെല്ലിയാൽ എത്രയായി? 4. അതിന്റെ തലപ്പം കൂടെ ചേർത്താൽ 5. അങ്ങനെ ആകെ 33. പടച്ചവന്റെ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളോട് 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല രൂപത്തിലും ഇതിനേക്കാൾ ഒക്കെ നിങ്ങൾക്ക് വേറെ പലതരക്കും, നിങ്ങൾ ഇതിനെ ആ എണ്ണം പിടിക്കുന്ന ആളുകൾ എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് വേറെ പലർക്കും വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു ചിത്രം കണ്ടപ്പോ അത് നിങ്ങളുടെ മുന്നിൽ എടുത്ത് കാണിച്ചെന്ന് മാത്രം. എന്തായിരുന്നാലും അതിനുള്ള മഹാത്ഭുതം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ഈ മടക്കൈന്റെ വിരലുകളുടെ എണ്ണം, ആ വിരലുകളുടെ നീളം, ആ വിരലുകളുടെ മടക്കുകൾ, ആ വിരലുകളുടെ ആ രൂപം, അതൊക്കെ എന്തുമാത്രം പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് കേവലം നമ്മുടെ തസ്ബീഹുകൾ ചെല്ലാൻ പോലും എത്ര കൃത്യമായി എണ്ണം പിടിക്കാൻ മനുഷ്യന്റെ ഈ കൈ വിരലുകളുടെ മടക്കുകൾക്ക് പോലും സാധ്യമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോ വല്ലാത്ത അത്ഭുതം തോന്നുന്നില്ലേ? പോട്ടെ. അപ്പൊ അതാണ് ഈ ദിക്റിന്റെയും തസ്ബീഹിന്റെയും ഒക്കെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ശാന്തി ലഭിക്കാനാണ്, നമുക്ക്
സമാധാനം കിട്ടാനാണ്, നമ്മുടെ ജീവിതത്തിൽ ധൈര്യം കിട്ടാനാണ്. മൂസാ നബിക്ക് ധൈര്യം ആവശ്യമാണ്. മൂസാ നബിയുടെ ജീവിതത്തിൽ ശാന്തി ആവശ്യമാണ്. കാരണം പോകുന്നത് മറ്റെവിടേക്കുമല്ല, നാട്ടിലെ ഏറ്റവും വലിയ അക്രമകാരിയായ ഒരാളുടെ അടുക്കലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ ഒരു സഹായിയായി ചോദിച്ചത് വ്യക്തിപരമായ എന്തെങ്കിലും തരത്തിലുള്ള ഭാരം കുറയ്ക്കാൻ എന്റെ കൂടെ ഒരാളും കൂടെ പോന്നാല് ഒരു സഹായി ആയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ട പല കാര്യം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാം എന്ന് വിചാരിച്ച് ഒരാളെ കൂടെ കൂട്ടിയതല്ല. ഒരു എന്തെങ്കിലും തരത്തിലുള്ള ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അങ്ങനെ ഒരു ദുരുദ്ദേശം അല്ല മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ തന്റെ കൂട്ടുകാരനായി ചോദിക്കുമ്പോ, ഞാൻ ഇവിടെ ഒരു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഉദ്ധരണി ഇന്ന് തഫ്സീറിൽ വായിച്ചു. തഫ്സീർ ഇബ്നു കസീറിലാണോ സംശയമുണ്ട്. എന്താണെന്നറിയാതെ ഹജ്ജിന്റെ ഹജ്ജിന്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ തവാഫ് ചെയ്യുന്ന അവിടെ കൂട്ടത്തിലുണ്ട്. ആ സമയത്താണ് ആളുകൾ ആരോ സംസാരിക്കുകയാണ്, ആർക്കാണ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സഹോദരനെ കിട്ടിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു ഒരാൾ. നിങ്ങളിൽ ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സഹോദരനെ കിട്ടിയത്, ഏറ്റവും ഉപകാരപ്രദമായ വിധത്തിൽ സഹോദരനെ കിട്ടിയത് ആരാണ് എന്ന് അവർ സംസാരിക്കുന്നു എന്നാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം മൂസാ നബി അലൈഹിസ്സലാമക്കാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനെ കിട്ടിയില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. എന്നിട്ട് ഖുർആനിലെ വേറെ ചില ആയത്തുകൾ എടുത്ത് അവർ ഉദ്ധരിക്കുന്നുണ്ട്. അത് ആണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ തന്റെ കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ, മറിച്ച് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓർക്കാനാണ്, ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ഓർക്കാനാണ്, ഞങ്ങൾ ഒന്നിച്ചു നിന്ന് നിന്നോട് ദുആ ചെയ്യാനാണ്. ആ ഒരു ശക്തി ഉണ്ടാവില്ല. ഞാൻ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോ ശക്തി കുറയണ്ട, എന്റെ കൂടെ ഒരാളും കൂടെ പടച്ചവനെ നിന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, പടച്ചവനെ എന്റെ കൂടെ ഒരാളും കൂടെ നിന്റെ ദൗത്യം നിർവഹിക്കാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. പ്രവാചക ദൗത്യം എന്നത് കേവലം സന്ദേശം എത്തിക്കുക എന്ന് മാത്രമല്ല, അത് അള്ളാഹുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ അധിഷ്ഠിതമായിരിക്കണം എന്നുകൂടെ ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതിൽ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം അത് വളരെ ആഴത്തിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടായിരിക്കണമെന്ന്, അങ്ങനെയാണ് അതാണ് അവിടെ ലഭ്യമാകുന്നത് എന്നാണ്. ഫിറഔന്റെ മുമ്പിൽ പ്രബോധനം ചെയ്യുക എന്ന അതീവ ദുഷ്കരമായ ദൗത്യത്തിന് വേണ്ട ഊർജം, അതിന് വേണ്ടുന്ന ഊർജം വേണം, ശക്തി വേണം. അത് എവിടുന്ന കിട്ടേണ്ടത് എന്നാണ് പറയുന്നത് മൂസാ നബി. അത് കിട്ടുന്നത് പടച്ചോനെ നിന്നെ വിവിധ രൂപത്തിൽ ഓർക്കാൻ സാധിക്കുമ്പോഴാണ്. ആ ശക്തി, ആ പ്രകാശം എന്ന് പറയുന്നത് പടച്ചവന് നിന്നെ ഞങ്ങൾ തസ്ബീഹിലൂടെ, തഹ്ലീലിലൂടെ, തഹ്മീദിലൂടെ, തക്ബീറിലൂടെ ഒക്കെ നിന്നെ സ്മരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവ്യപ്രകാശമുണ്ട്. ആ പ്രകാശമാണ് അള്ളാഹുവേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കൂ. നുസബ്ബിഹക്ക എന്നുള്ളത് നു എന്ന് പറഞ്ഞ് നദ്കുറക്ക എന്ന് പറഞ്ഞപ്പോ ന എന്ന് അവിടെ ഉപയോഗിച്ചു. ഞങ്ങൾ എന്നാണ്. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആ നു എന്നുള്ള തുടക്കത്തിൽ നൂന് ചേർത്തിക്കൊണ്ട് ഒരു വെർബിനെ പറയുമ്പോ അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഞങ്ങൾ എന്നാണ്. രണ്ടിൽ കൂടുതൽ ആളുകൾ, ഒരാള് പിന്നെ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ള ആളുകൾ പിന്നെ ഒക്കെ പറയുന്നത്, രണ്ടോ അല്ല അതിൽ കൂടുതലുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് യുസബ്ബിഹു എന്നുള്ളതിലെ നൂന് വന്നാൽ അങ്ങനെയാണ് അർത്ഥം. ശരി. അപ്പൊ ഇവിടെ നമ്മള് ഒരു കാര്യം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു കൂട്ടായ ആരാധനയുടെയും പ്രബോധനത്തിന്റെയും പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുവാൻ, ഞങ്ങൾ നിന്നെ സ്മരിക്കുവാൻ എന്നിങ്ങനെയുള്ള ബഹുവചന രൂപത്തിലുള്ള ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് എന്നാണ്. ഒരാൾ തനിച്ചാകുമ്പോ ആരാധനകളിലും ദിക്റുകളിലും വീഴ്ച വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കൂട്ടമുണ്ടാകുമ്പോ
ഒരു കൂട്ടുണ്ടാകുമ്പോ പരസ്പരം ഓർമ്മപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. പക്ഷെ അങ്ങനത്തെ കൂട്ടായിരിക്കണം. തെറ്റുവീഴ്ചയും തെറ്റുകുറ്റങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാര്യാഭർത്താക്കന്മാരാകാം, അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാകാം, അത് സഹോദരങ്ങൾ സഹോദരികൾ തമ്മിലുള്ള ബന്ധമാകാം. ഇവിടെ മൂസാ നബിക്ക് കിട്ടിയത് തന്റെ സഹോദരനാണ്, തന്റെ ഒരേ ചോര, ഒരേ മൂസ ഇബ്നു ഇമ്രാൻ എന്നാണ്, ഹാറൂൻ ഇബ്നു ഇമ്രാൻ എന്നാണ്. ഇമ്രാനിന്റെ മകൻ മൂസ, ഇമ്രാനിന്റെ മകൻ ഹാറൂൻ എന്നാ പറയാ. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരാൾ മറന്നുപോയാൽ മറ്റൊരാൾക്ക് ഓർമ്മിപ്പിക്കാം. ഒരാൾക്ക് ക്ഷീണം തോന്നുമ്പോ മറ്റൊരാൾ കരുത്തേകും. രണ്ടുപേർ ഒരുമിച്ച് അള്ളാഹുവിനെ ഓർക്കുമ്പോ അതിന് കൂടുതൽ ശക്തിയും സ്വാധീനവും ഉണ്ടാകും. ഒരു വിഷയത്തിൽ രണ്ടുപേര് രണ്ട് ഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിചാരിക്കുക. ഒരേ വിഷയം പഠിച്ചവനോട് രണ്ടാളുകൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനൊരു വിലയില്ലേ, അതിനൊരു ശക്തി ഉണ്ടാവില്ലേ? നമ്മൾ ഒറ്റക്ക് പറയുമ്പോ നമ്മുടെ കൂടെ ഒരാളും കൂടെ ആ കാര്യം പടച്ചവന്റെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് എന്ന് വരുമ്പോ ആ കുടുംബത്തിൽ എന്ത് സമാധാനമാണ് ഉണ്ടാവുക, എന്തൊരു സമാധാനം ഉണ്ടാകുക, എന്തൊരു ശാന്തിയാണ് ഉണ്ടാകുക. ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇസ്ലാമിലെ പല സംഘടിതമായ പ്രവർത്തനത്തിന്റെ, ജമാഅത്തായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം എന്നൊരു വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നുസബ്ബിഹക്ക എന്ന് നദ്കുറക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹ് ആ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക. ആ ആയത്ത് തന്നെ പറഞ്ഞിട്ട് സമയം പോണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഈ അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ നിർവചിക്കപ്പെടുന്നുണ്ട്. ഒരു നേതാവ് തന്റെ ലക്ഷ്യം വ്യക്തമായി കാണുകയാണ്, അത് നിർവചിക്കപ്പെടണം അദ്ദേഹത്തിന്. എന്തുകൊണ്ട് ഞാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ കാരണം എന്താണ്? എന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്, ഞാൻ പഠിച്ചവരോട് നിന്നോട് ആവശ്യപ്പെടുന്നത് എന്തൊരു ഉദ്ദേശത്തിലാണ് എന്ന ലക്ഷ്യം ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം? എന്താ? അധികാരാണോ? പ്രശസ്തിയാണോ? അല്ല, മറിച്ച് അള്ളാഹുവെ നിന്റെ മഹത്വം പ്രകീർത്തിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മെയിനായിട്ട് അതാ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുള്ളത്. ഇത് ദൗത്യത്തിന്, അദ്ദേഹം നിർവഹിക്കുന്ന ദൗത്യത്തിന് കൃത്യമായ ഒരു ദിശാബോധം, എന്താണ്, എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് എന്നും, അതേപോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും. തളരേണ്ടവരല്ല ഞങ്ങൾ. എന്താണ് കാരണം? ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്, എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന്, എന്താണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തളരാതെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ്, അതിനുള്ള ഊർജമാണ്, അതിനുള്ള ശക്തിയാണ് ഇവിടെ അള്ളാഹുവെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് പോകാം. ഒറ്റക്ക് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത് മാനസികമായി പലപ്പോഴും തളർത്താം. നമ്മളൊക്കെ ആലോചിക്കണം. എന്നാൽ ചിന്താപരമായും ആദർശപരമായും യോജിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകുമ്പോഴോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ഒരു ശൈത്താനാണ്, രണ്ടാളാണെങ്കിൽ രണ്ട് ശൈത്താന്മാരാണ്, മൂന്നാളാകുമ്പോൾ ഒരു സംഘമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതാ ഒരു സംഘത്തിന്റെ ഒരു കൂട്ടത്തിന്റെ പ്രാധാന്യമാണ് ഇവിടുത്തെ പറഞ്ഞത്. പിശാചിനെ ആക്രമിക്കാൻ ഒരാളാകുമ്പോ രണ്ടാളാകുമ്പോ ഒക്കെ ചിലപ്പോ അതിന് സാധിച്ചു എന്ന് വരും. എന്നാൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോ, മൂന്നാളുകൾ ഉണ്ടാകുമ്പോ ഒരാൾ നേതാവാകണം, ബാക്കിയുള്ളവർ അനുയായികളാകണം, എന്നിട്ട് കൂടിയാലോചന നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഘത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കാൻ മുന്നോട്ട് വരുമ്പോ ഭാരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കപ്പെടുമ്പോ മാനസികമായ സമ്മർദ്ദം കുറയും.
ഒറ്റക്കെല്ലാം കൂടെ തലയിലെടുത്ത് പേറിയിട്ട് ഒരാളോട് ഒന്നും പങ്കുവെക്കാതെ അവസാനം മനസ്സ് പൊട്ടി മരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ പല പുരുഷന്മാരുടെയും കാര്യത്തിൽ നമ്മൾ കാണാറില്ലേ. ഒന്നും ആരോടും ഒന്നും പങ്കുവെക്കാതെ ഒറ്റക്ക് എല്ലാ ഭാരവും എടുത്തു പേറി അവസാനം അങ്ങനെ കരള് പൊട്ടി, മനസ്സ് പൊട്ടി, ഹൃദയം പൊട്ടി ആ ഭാരങ്ങൾ മുഴുവനും ഏറ്റെടുക്കാൻ സാധിക്കാതെ മരിച്ചു പോകുന്നവരെ, ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നവരെ കാണുന്നില്ലേ. സ്ട്രോക്ക് വന്ന് സ്ട്രെസ്സിന്റെ ഉടമകളായി ഒരുപാട് അപകടം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയി അങ്ങനെ പെട്ടെന്ന് മരണം വന്നെത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. അപ്പൊ അതിന് ഒക്കെ ഒരു എളുപ്പവഴിയാണ് ഈ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ ഒരാളുണ്ടെന്ന, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത, ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ധൈര്യം നമുക്ക്, എന്റെ കൂടെ ഞാനൊറ്റക്കല്ല, എന്റെ കൂടെ ഇനിയും ആളുകളുണ്ട്, എന്റെ കുടുംബമുണ്ട്, എന്റെ കുട്ടികളുണ്ട്, എന്റെ നാടുണ്ട്, എന്റെ സമൂഹമുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ, ഒരാളും കൂടെ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഈ ചിന്തയിൽ, എന്റെ ഈ പ്രവർത്തനത്തിൽ, എന്റെ ഈ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരാളും കൂടെ ഉണ്ട് എന്ന ചിന്ത പലപ്പോഴും അയാൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അതേപോലെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് പരസ്പരം തിരുത്തുന്നതിന്, ഇതൊരു സൈക്കോളജിയാണ്. ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ ഇതിലുള്ള ഒരു സൈക്കോളജിയാണ്, ഈ പാർട്ട്ണർഷിപ്പിന്റെ സൈക്കോളജി. അതെന്തുകൊണ്ട് ഇങ്ങനെ പങ്കുകാരാകുമ്പോ, കൂറുകാരാകുമ്പോ, അല്ലെങ്കിൽ ഒന്നിച്ചു നിർവഹിക്കുമ്പോ ഉണ്ടാകാവുന്ന നേട്ടം എന്നുള്ള നിലക്ക് പഠിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ വശമാണ് ഈ പറയുന്ന കേട്ടോ. മൂന്നാമത്തത് അതുകൊണ്ടുണ്ടാകുന്ന സംഗതി എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ വീഴ്ചകൾ വരുമ്പോ തിരുത്താനും മറന്നു പോകുമ്പോ ഓർമ്മിപ്പിക്കാനും ഒരു സഹപ്രവർത്തകൻ അനിവാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് അത്തരം ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള നിലക്കാണ് മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുന്നത്. ഒരു ആത്മീയമായ തിരുത്തൽ, നമ്മുടെ ആത്മാവിന് സുഖം തരുന്ന വിധത്തിലുള്ള നമ്മളോട് കാര്യങ്ങൾ പങ്കുവെക്കാനും നമ്മെ തിരുത്താനും ഒക്കെ നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ അത്തരത്തിലുള്ള ഒരു സഹായം വല്ലാത്ത നിർവൃത്തി നൽകുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ആവശ്യപ്പെടുന്നത് എന്നുകൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിലുള്ള മൂന്നാമത്തെ ആയത്ത് 35-ാമത്തെ വചനം, ഇന്നക കുന്ത ബിനാ ബസീറ. ഈ പ്രാർത്ഥനയുടെ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഈ 10 ആവശ്യങ്ങളിലെ ആ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ആ 10 ആവശ്യങ്ങളുടെ ഏറ്റവും ശക്തമായ ഭാഗമാണ് ഇന്നക കുന്ത ബിനാ ബസീറ എന്നുള്ളത്. പടച്ചോനെ, നീ ഞങ്ങളെ കണ്ടറിയുന്നവനാണല്ലോ എന്നാണ്. ഞങ്ങളെ കണ്ടറിയുന്നവനാണല്ലോ. കണ്ടറിയുന്നവൻ, ബസീറൻ, സാധാരണ കാഴ്ച മാത്രല്ല, ഞങ്ങളെ കാണുകയും ഞങ്ങളെ അറിയുകയും ചെയ്യുന്നവനാണല്ലോ എന്നാണ്. ഇതൊരു കേവലമായ പുകഴ്ത്തലല്ല. നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ റബ്ബേ എന്ന് മറ്റാരോടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അവരെ പുകഴ്ത്തി പൊന്തിച്ച് പറയുന്ന മാതിരിയുള്ള, സോപ്പിടുന്ന മാതിരിയുള്ള ഒരു വർത്താനല്ല ഈ പറയുന്നത്. മറിച്ച് അഗാധമായ വിശ്വാസത്തിന്റെയും തിരിച്ചറിവിന്റെയും ഒരു പ്രഖ്യാപനമാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ നടത്തുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് പല നിലക്കും ഇതിനെ വ്യാഖ്യാനിക്കാം. പണ്ഡിതന്മാർ പല രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പല കാര്യങ്ങളും അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നക്ക, തീർച്ചയായും നീ, കുന്ത, നീ ആണ്, ബിനാ, ഞങ്ങളെപ്പറ്റി, ബസീറൻ, കണ്ടറിയുന്നവനാണ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം വളരെ ശക്തമായിട്ട് വിശദീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവേ, എന്റെ ബലഹീനതയും ഈ ദൗത്യത്തിന്റെ കാഠിന്യവും നിനക്കറിയാം. കുന്ത ബിനാ ബസീറൻ, ഞാൻ ബലഹീനനാണ് എന്ന് നിനക്കറിയാം. ഞാൻ എന്റെ ജനനം, പിന്നീട് അതിനുശേഷം താമസിച്ചത്, പിന്നീട് നാട് വിട്ടത്, പിന്നീട് കുറച്ചു കാലം താമസിച്ചത്, അത് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു പോകുന്നത് വീണ്ടും ആ പഴയ ഞാൻ ഒരുപാട് കാലം താമസിച്ച ആ ഒരു നാട്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്.
എന്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നോട് പറയുന്നത് നീ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നിന്റെ സഹായമില്ലാതെ എനിക്കിത് പൂർത്തിയാക്കാനാവില്ല എന്റെ പൂർണ്ണമായ സമർപ്പണം ഞാൻ നിന്റെ മുമ്പിൽ അറിയിക്കാനാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ എന്റെ സഹോദരൻ ഹാറൂന്റെ കഴിവും ഭക്തിയും നിനക്കറിയാം, എന്റെ സഹോദരനെ സംബന്ധിച്ച് നിനക്കറിയാം. ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുന്നത് കേവല കുടുംബ ബന്ധത്തിന്റെ പേരിലല്ല, മറിച്ച് ഈ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി ഹാറൂനാണ് എന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യം കൂടെ, ഈ ഹാറൂൻ എന്ന വ്യക്തി വളരെ ഭക്തിയുള്ള, വളരെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ്, അതും നിനക്കറിയാലോ. ഇന്നൊക്കെ കുന്തബിന ബസീറ, ഞങ്ങളെ നിനക്കറിയാം എന്ന് പറയുമ്പോ ആ നിലക്കും അർത്ഥമാക്കാം. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല്, ഞങ്ങളുടെ കഴിഞ്ഞ കാലം എന്താണ് എന്നുള്ളത് എനിക്കറിയാലോ, ഞങ്ങളുടെ ഭാവി അത് നിന്റെ നിരീക്ഷണത്തിലാണ്. ഞങ്ങളുടെ ഭൂതകാലവും ഞങ്ങളുടെ ഭാവിയും ഞങ്ങൾ ഈ പറയുന്ന അവസ്ഥയും ഒക്കെ പടച്ചവൻ ഞങ്ങൾ നിന്റെ നിരീക്ഷണത്തിലാണ്. നീ ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അതിനാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കാൻ പടച്ചവനെ നിനക്ക് കഴിയൂ എന്നാണ്. ഈ തരത്തിലുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അൽ ജവാബുൽ കാഫി എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ താക്കോലുകളിൽ ഒന്നാണ് ഒരു ദാസൻ തന്റെ ദൗർബല്യവും ആവശ്യകതയും രക്ഷിതാവിന്റെ മുമ്പിൽ തുറന്നു സമ്മതിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവിനെയും കാരുണ്യത്തെയും പ്രകീർത്തിക്കുന്നത് ആ പ്രാർത്ഥനയുടെ വാതിലുകൾ തുറക്കാൻ സഹായിക്കും. ഒന്നുകൂടെ പറയാം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ താക്കോലുകളിൽ ഒന്നാണ് ഒരാള് തന്റെ ദൗർബല്യം, തന്റെ കുറവുകൾ, തന്റെ ആവശ്യം രണ്ടും കൂടെ, എന്റെ കുറവ് നിനക്കറിയാലോ, എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ട്, ആ കഴിവുകൾ വെച്ച് പരമാവധി ഞാൻ ചെയ്തു. എന്റെ ആവശ്യം പക്ഷേ അതിനേക്കാളൊക്കെ വലിയതാണ്. എന്റെ കഴിവും എന്റെ ദൗർബല്യവും, എനിക്ക് ഇത്രേ ശേഷിയുള്ളൂ, എനിക്ക് ഇത്രേ സമ്പത്തുള്ളൂ, എനിക്ക് ഇത്രേ അംഗബലമുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷെ എന്റെ ആവശ്യങ്ങൾ അവിടെയൊന്നും നിൽക്കുന്നതല്ലല്ലോ റബ്ബേ. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് ഒരാൾ തന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ, പടച്ചവനെ നീ ഖദീറാണ്, നീ റഹീമാണ്, നീ റഹ്മാനാണ്, നീ വദൂദാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ കഴിവിനെയും കാരുണ്യത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ വാതിലുകൾ തുറക്കാൻ അതുകൊണ്ട് സഹായിക്കുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. അത് ഇന്നക കുന്ത ബിനാ ബസീറ, അതാണ് മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ നിർവഹിക്കുന്നത് എന്ന. നിനക്കറിയാലോ ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരാണ് എന്ന് നിനക്കറിയാലോ, നീ അത് അറിയുന്നവനാണെല്ലാം എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ചുരുക്കത്തിൽ ഞാൻ ഇത്രയും അല്ല എടുക്കണം എന്ന് വിചാരിച്ചത്, അടുത്ത ആയത്തുകളും ഇതിന്റെ കൂടെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, അങ്ങോട്ട് എത്തിയില്ല. ചുരുക്കത്തിൽ ഈ വചനങ്ങൾ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന എന്നതിനപ്പുറം കഴിഞ്ഞ നമ്മൾ കണ്ട 10 ആവശ്യങ്ങളും അതിന്റെ അവസാനത്തിൽ ഇന്നക കുന്ത ബിനാ ബസീറ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാർത്ഥന എന്നതിനപ്പുറം ഏത് വലിയ ദൗത്യവും ഏറ്റെടുക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശമാണ്. ദൗത്യത്തിന്റെ ലക്ഷ്യം പടച്ചവന്റെ പ്രീതിയാക്കുക, ഒറ്റക്ക് പ്രയാസപ്പെടുമ്പോൾ സഹായം തേടുക, കൂട്ടായ്മയുടെ ശക്തി ഉപയോഗപ്പെടുത്തുക, എല്ലാറ്റിനും ഉപരി അള്ളാഹു എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ തവക്കുലിൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സമർപ്പിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം, ഈ പറഞ്ഞ കഴിഞ്ഞ 10 ആയത്തുകളിൽ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കേണ്ട ആ ദൗത്യം നിർവഹിക്കുന്നത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കുക, ഒരു ലക്ഷ്യം ഉണ്ടാകുക, അത് ദൈവപ്രീതിയാക്കുക. രണ്ടാമത്തത്, ഒറ്റക്ക് പ്രയാസപ്പെടുമ്പോ സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, സഹോദരങ്ങളോട്, കഴിവുള്ളവരോട്. അല്ലാഹു എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന പൂർണ്ണമായ ബോധ്യം, അതിനാണല്ലോ നമ്മൾ തവക്കുൽ എന്ന് പറയുന്നത്. ആ തവക്കുലും കൂടെ
ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ള ഇത്തരത്തിലുള്ള വലിയ പാഠങ്ങളാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഈ പ്രാർത്ഥന നമുക്ക് എക്കാലഘട്ടത്തിലും നൽകുന്നത് എന്നാണ്. ഇങ്ങനെ ആ ഒരു ഭാഗത്തെ അവസാനത്തെ ആയത്തിനെ വീണ്ടും ഇങ്ങനെ വിശദമായി വിശദീകരിച്ചു പോയ ആളുകളുണ്ട്. അത് വേണമെങ്കിൽ വായിക്കാം. തീർച്ചയായും നിനക്കറിയാം അല്ലാഹുവേ, ഈ ആരാധനകൾ കൊണ്ട് ഞങ്ങൾ നിന്റെ പ്രീതിയും തൃപ്തിയുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. നീ അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നില്ല. നീ ഞങ്ങളെപ്പറ്റി പൂർണ്ണമായി അറിയുന്നവനാണല്ലോ. കാരണം എന്റെ പ്രവാചകത്വത്തിന് ഈ കാര്യങ്ങൾ ആവശ്യമായത് കൊണ്ടാണ് ഞാൻ ഇവയെ കൊണ്ട് സഹായം ചോദിക്കുന്നത്. ഞങ്ങളുടെ നന്മ എന്തിലാണെന്ന് നീ പൂർണ്ണമായി അറിയുന്നവനാണല്ലോ. അതിനാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് നീ നൽകണമേ എന്നൊക്കെ ആ ആയത്തിന് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ, കൂടുതൽ ആയത്തുകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ചവൻ